നമസ്കാരം ഗായ്സ്. ഇന്ന് നല്ലൊരു കുട്ടി സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോറി എന്താണെന്നല്ലേ? കുട്ടിപ്പട്ടാളവും പേൻരാജാവും. അപ്പോ നമുക്ക് കഥ ആരംഭിക്കാമോ? ഒരിടത്ത് ചിന്നു എന്ന് പേരുള്ള ഒരു മിടുക്കി കുട്ടി ഉണ്ടായിരുന്നു. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ചിന്നു ഒരു സുന്ദരി കുട്ടിയാണ്. ചിന്നുവിന് നല്ല നീളമുള്ള കറുത്ത മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ചിന്നുവിന്റെ തലയിൽ ഒരു അതിഥി വന്നു. ആ അതിഥി ആരാണെന്ന് അറിയാമോ? പേൻ രാജാവ്. കൂടെ അയാളുടെ ഒരു പട്ടാളം ഉണ്ടായിരുന്നു. അവർ ചിന്നുവിന്റെ തലയിൽ ഓടിക്കളിക്കാനും ഒളിച്ചുകളി നടത്താനും തുടങ്ങി. ചിന്നുവിന് ഭയങ്കര ചൊറിച്ചിൽ. അവൾ തല ചൊറിഞ്ഞ് മടുത്തു. അപ്പോഴാണ് ചിന്നുവിന്റെ പപ്പ ഒരു ഐഡിയയുമായി വന്നത്. ചിന്നുവിന്റെ പപ്പ പറഞ്ഞു, ഈ പേൻ രാജാവിനെ ഓടിക്കാൻ ഒരു കുട്ടിപ്പട്ടാളത്തിനെ വിളിച്ചാലോ എന്ന് ചിന്നുവിന്റെ പപ്പ ചിന്നുവിനോട് ചോദിച്ചു. ചിന്നു അതെ എന്ന് പറഞ്ഞു. അത് കേട്ട ചിന്നുവിന്റെ പപ്പ ഉടനെ തന്നെ പേൻ രാജാവിനെ ഓടിക്കാൻ ഒരു സൂത്രം ഒപ്പിച്ചു. അത് എന്താണെന്നല്ലേ? അത് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഞാൻ പറഞ്ഞു തരട്ടെ. ചിന്നുവിന്റെ പപ്പ പോയി വേപ്പിലയും തുളസിയിലയും കൊണ്ടുവന്നു. അതിന് രണ്ടേയും നന്നായിട്ടരച്ച് ഒരു പച്ച നിറത്തിലുള്ള ഒരു മാന്ത്രിക കൂട്ട് തയ്യാറാക്കി. എന്നിട്ട് ചിന്നുവിനെ വിളിച്ച് ചിന്നുവിന്റെ തലയിൽ ആ മാന്ത്രിക കൂട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചു. തലയിൽ തണുപ്പ് വന്നപ്പോൾ പേൻ രാജാവ് പേടിച്ചു പോയി. അയ്യോ, ഇതെന്താ ഇത്ര കയ്പുള്ള മണം? എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പേൻ രാജാവ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒറ്റയോട്ടം. ഇത് കണ്ട പേൻ രാജാവിന്റെ കൂട്ടുകാർ ബാഗും പാക്ക് ചെയ്ത് ഒറ്റോട്ടം തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ചിന്നുവിന്റെ പപ്പ ഒരു സ്പെഷ്യൽ ചീർപ്പ് എടുത്ത് ചിന്നുവിന്റെ മുടി ചീകി. ഓരോ തവണ ചീകുമ്പോഴും പേൻ പട്ടാളക്കാർ ഓരോരുത്തരായി താഴെ വീണു. ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടാറ്റാ പേൻ രാജാവേ, ഇനി എന്റെ തലയിൽ വരരുത് കേട്ടോ എന്ന് ചിന്നു ഉറക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ചിന്നുവിന്റെ തലയിലെ ചൊറിച്ചിലും പേനും പമ്പ കടന്നു. ചിന്നുവിന് ആശ്വാസമായി. അപ്പോൾ നിങ്ങൾക്ക് തലയിൽ പേനുണ്ടായാൽ നിങ്ങളും ഈ മാന്ത്രിക കൂട്ട് തയ്യാറാക്കുമോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുട്ടിപ്പട്ടാളവും പെൺ രാജാവിലെയും കഥയും നിങ്ങൾ പോയി കൂട്ടുകാരോട് പറയുമോ? ഈ കഥ ഇഷ്ടമായോ? തലയിൽ പേൻ കൂടുമ്പോൾ ഈ മാന്ത്രിക കൂട്ട് തയ്യാറാക്കുക. തലയിലെ പേൻ മുഴുവനായി മാറും. ഇത് എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക. ഉറപ്പായി നല്ലൊരു മരുന്നാണ്. അതും പ്രകൃതിദത്തമായ മരുന്നാണ്. ഇത് തലയ്ക്കും നല്ലതാണ്. നല്ല ആശ്വാസം കിട്ടും. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കരുത്. ഇതാണ് നല്ല മാന്ത്രിക കൂട്ട്. മാന്ത്രിക കൂട്ട് കെമിക്കലല്ല. ഇത് ഏറ്റവും ഉത്തമമായ മരുന്നാണ്. അപ്പം എല്ലാവരും ഉപയോഗിക്കുമോ? അത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. തുല്യമായ രീതിയിൽ വേപ്പിലയും തുളസിയും എടുക്കുക. അതിനെ മിക്സിന്റെ ജാറിൽ നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് തലയിൽ തേക്കുക. അരമണിക്കൂറിന് ശേഷം അത് കഴുകിക്കളയുക. എന്നിട്ട് ഒരു ചീർപ്പെടുത്ത് മുടി കോതുക. അപ്പോൾ തലയിലെ എല്ലാ പേനും പോകും. തലയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. അങ്ങനെയാണ് എൻ്റെ തലയിൽ പേനും പോയി. ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട്.
അപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കും ആശ്വാസാവും. ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ. ഇനിയും നല്ലൊരു കഥയുമായി നിങ്ങൾ മുന്നിൽ വരും. അതുവരെ നിങ്ങളോട് ഇട പറയുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോയെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക. ആരും മറക്കരുതേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഇനിയും നിങ്ങളുടെ മുന്നിലായി ഞാൻ വരാമേ. ബൈ.